അമ്പാടിക്ക് എന്ത് വേണം? എന്ത് വേണം അവിടെ? പൂരിയാ? മാമിക്ക് എന്താണ്? ഇഡ്ഡലിയാ? മസാല ദോശ. ഓക്കെ. അമ്പാടിക്ക് പൂരിയാടെ? പൂരിയാ? ദോശ വേണോ പൂരി വേണോ? ദോശ മതിയാ? അമ്പാടിക്ക് മസാല ദോശ വാങ്ങിട്ടാ? ഒന്ന് കഴിക്കുമല്ലോ മസാല ദോശ. എനിക്ക് മസാല ദോശ, 4 മസാല ദോശ, ഒരു പൂരി. ഹലോ, ഞാൻ ഉണ്ണികൃഷ്ണനാണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗുരുവായൂർ യാത്രയിലാണ്. പോകുന്ന വഴിക്ക് കോട്ടയത്തൊരു ഫേമസ് ആയിട്ടുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ ആനന്ദ് എന്നാണ് പേര്. അവിടെ നിന്നാണ് രാവിലെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ഫുഡാണ്. ഞാനെൻ്റെ ഒരു ഫ്രണ്ട് ശ്രീകാന്ത് എന്ന് പറയും, പുള്ളിക്കാരൻ്റെ കൂടെ വന്നപ്പോൾ ഇവിടെ ഇറങ്ങി കഴിച്ചതാണ്. അതിനുശേഷം അങ്ങനെ വന്നിട്ടില്ല. നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയിൽ കൂടുതലും നമ്മൾ വെജ് ഫുഡല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോട്ടയം ഭാഗത്ത് വരികയാണെങ്കിൽ ഹോട്ടൽ ആനന്ദ് നല്ലൊരു ഹോട്ടലാണ്. ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്, മസാല ദോശയും പൂരി മസാലയും. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു കൊടുക്കുക. ഞാൻ മുമ്പ് വന്നിട്ടുള്ള കഴിച്ചത് നെയ് റോസ്റ്റാണ് കേട്ടോ. പൂരിയോടെ വെച്ചേട്ടോ. ചൂടാണ് എമ്പാടി. വട വേണ്ടേ? ഓ വട, നിനക്ക് വട വേണോ? വട ആരും കഴിക്കൂല, അതാണ് കേട്ടോ. വട വേണ്ട. അപ്പോൾ നമ്മൾ മസാല ദോശയാണ് പറഞ്ഞത്. ചായ, കോഫി. അപ്പം ഹോട്ടൽ ആനന്ദിൽ മസാല ദോശയാണ്. അങ്ങനെ ഒന്ന് കഴിച്ചോട്ടെ. രാവിലെ 7 മണി 7:30 മണി ആയിട്ടുള്ള കേട്ടോ. ഞങ്ങൾ രാവിലെ അവിടെ തിരിച്ചിട്ട് ആട്ടത്തുനിന്ന്. അപ്പോൾ 7 മണിയായപ്പോൾ വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ കോട്ടയത്തൊന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നേരെ ആനന്ദിൽ കയറിയത്. 7:30 ആകുമ്പം കട തുറക്കും കേട്ടോ. അപ്പോൾ രാവിലെ പറഞ്ഞവർക്ക് ഹോട്ടൽ ആനന്ദിൽ കയറി നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ട് പോകാം. ഇവിടുത്തെ മസാല ദോശ എങ്ങനെ ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ. മസാല പൊടിയാണ്. മസാല നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടുണ്ട്, സോഫ്റ്റ് മസാലയാണ്. വേണ്ട മസാല മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. പൊടി കേട്ടോ. ഇവിടെ മസാല കഴിക്കില്ലേ? കേട്ടാ മസാല ഉണ്ടോ? മസാല ഇങ്ങനെ കുറച്ചെടുക്കണം. മസാല കുറച്ചെടുക്കണം. ഇങ്ങനെ എടുക്കണം. കുറച്ച് സാമ്പാർ ഇതാ മുക്കണം. ഇതാ ചമ്മന്തിയിൽ മുക്കണം. ഇതാ കൊള്ളാമോ? കൊള്ളാം മസാല? കൊള്ളാമോടാ അമ്പടി? നോക്കി പറ, കൊള്ളാം മസാല? സാമ്പാർ നോക്കട്ടെ. സാമ്പാറും മസാല ദോശയും ആണ് മെയിൻ കോമ്പിനേഷൻ. കറികളെല്ലാം നല്ല ചൂടുണ്ട്. മസാല ആയിരുന്നാലും സാമ്പാറായിരുന്നാലും നല്ല ചൂടുണ്ട്. ഇതാ കുറച്ച് മസാലയും സാമ്പാറും കൂടെ മിക്സ് ചെയ്യുക. ഇങ്ങനെ എടുക്കുക. സാമ്പാർ വെള്ളം കേട്ടോ. ഉള്ളാടെ മസാല ഉള്ളാടെ അല്ലേ? ജസ്റ്റ് ഒന്ന് പൂരി കഴിച്ചു കേട്ടോ. ഒരു ചെറിയ പൂരിയാണ്, സോഫ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ചൂട് പോയാലും സോഫ്റ്റായിട്ടുണ്ട്. മസാല നമ്മുടെ തന്നെ സെയിം മസാലയാണ് തോന്നുന്നത്. മസാല സോഫ്റ്റ് പൂരിയാണ്. മസാല കൊള്ളാം. പൊതുവേ വെജിറ്റേറിയൻ ഹോട്ടലിലെ മസാലയെല്ലാം ഒരു സെയിം ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അവർ ഈ മിക്സ് ചെയ്തെടുക്കുന്നതിൻ്റെ വ്യത്യാസമുണ്ട്. അത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. സാമ്പാർ കൊള്ളാം കേട്ടോ. സാമ്പാർ ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് കഴിക്കുമ്പോഴേ കൂടുതൽ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റിലാണ് സാമ്പാർ. ഇത് നമ്മുടെ സാധാരണ നമ്മുടെ കേരള സ്റ്റൈലുള്ള ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റാണ്. ചായ, കോഫി, നിനക്കെന്താണ്? നിനക്ക് അമ്പടിക്ക? അവന് വേണ്ട. എനിക്ക് കോഫി ലൈറ്റ് വിത്തൗട്ട്. ബാക്കി കുറച്ച് മധുരം 2-3 ദിവസം കൊണ്ട് കഴിച്ചു. അപ്പോൾ ഞാൻ വിത്തൗട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റായിട്ട്. എന്തായാലും ഫിൽറ്റർ കോഫി ആയിരിക്കും, അതുകൊണ്ട് ടേസ്റ്റ് ആയിരിക്കണം. ചമ്മന്തി, സാമ്പാറും മസാലയും അത്യാവശ്യം വലിപ്പമുള്ളൊരു മസാല ദോശയാണേ.
ചട്നി തക്കാളി ചട്നിയാണ്. കൊള്ളാം കേട്ടോ, തക്കാളി ചട്നി എടുക്കുകയാണ് വെറൈറ്റി ടേസ്റ്റ്. എമ്പടി ചായ ഒന്നും വേണ്ടല്ലോ. എമ്പടി ഇത് ചായ വേണ്ടല്ലോ, ഇതോട്ടല്ലോ കേട്ടോ. ഓക്കെ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അമ്പലത്തിൽ പോകണം. ഏറ്റുമാനൂർ ഞങ്ങൾ കയറുന്നുണ്ട്. ഏറ്റുമാനൂർ കയറിയിട്ടാണ് നേരെ ഗുരുവായൂർ പോകണം. ഇവിടെ ലൂലു മാളില്ലല്ലോ, നമ്മുടെ അവിടെ അല്ലേ ലൂലു മാൾ. ഇവിടെ ലൂലു മാൾ ചെറുതല്ലേ, നമ്മളവിടെ പോയിട്ട് പോവാം. വെളിയില്ല ലൂലു മാൾ. അവന് ലൂലു മാളിൽ കൊണ്ടുപോകാൻ നടന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കോട്ടയം ലൂലു മാളാണ്. എപ്പോഴാണ് പറഞ്ഞത് ലൂലു മാളിൽ പോയത്. ഞങ്ങൾ രാവിലെ 4:30 മണിക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ റോഡ് നല്ല സ്മൂത്തായിട്ട് വന്നു. ഇത് 3 മണിക്കൂറല്ലേ സുജ? 3 മണിക്കൂർ നമ്മൾ കോട്ടയത്ത് എത്തി കേട്ടോ. ഞാൻ അവിടെ വന്നിട്ട് ഏകദേശം ഒരു 3-4 വർഷമാണെന്ന് തോന്നുന്നു കേട്ടോ. ശ്രീകാന്തിനറിയാം. ശ്രീകാന്ത് വീഡിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേനെ. കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. 1 വേയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി വരണം. കോട്ടയം ടൗണിൽ കയറിയിട്ട് ഇങ്ങനെ കറങ്ങി വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ രാവിലെയാണ് അതിന് തിരക്കില്ലാതെ ഞങ്ങൾ സൈഡിൽ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യും. എന്തായാലും രാവിലത്തെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. വലിയ വിലയൊന്നും ആയിട്ടില്ല. മസാല ദോശയ്ക്കൊക്കെ 80 രൂപ. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവരുടെ റേറ്റ്, ട്രിവാൻഡ്രത്ത് കൂടുതലാണ്, എനിക്ക് 100-110 ഉണ്ടെന്നാണ്. പൂരി മസാലയും 80 രൂപ ഉള്ളൂ കേട്ടോ. കോഫി 20 രൂപ. കൊള്ളാം, വലിയ പ്രശ്നം ഇല്ലാത്തൊരു റേറ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? അമ്പാടിക്ക് ഇഷ്ടപ്പെട്ടാടാ? സുജ അങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല. നീ മസാല ദോശ എന്താ അത് തണുത്തോണ്ടായിരിക്കും. പൂരി കൊള്ളാമല്ലോ. ഫുഡൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോട്ടയം വഴി യാത്രയാണെങ്കിൽ ഹോട്ടൽ ആനന്ദ് കേട്ടോ, ഒരുപാട് പഴക്കമുള്ളൊരു ചെറിയ ഹോട്ടലാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഏറ്റുമാനൂർ അമ്പലത്തോട്ട് പോകണം. അവിടെ തൊഴുതിട്ട് വേണം നേരെ ഗുരുവായൂർ പോകാം കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ.